ഹായ്, ഫീസ്ലെസ് ആണ്. ഇന്ന് 3:30 ആവുമ്പോ അദ്ദേഹത്തിന് ജാമ്യം കിട്ടും. സന്ദർശകർ ഉണ്ടാവുക എന്നുള്ളത് തെറ്റായി കാണുന്നില്ല, പക്ഷേ അവിടെ വ്യവസ്ഥാപിതമായി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇതിനർത്ഥമായിട്ട് പ്രതിപക്ഷം പറയുന്നത് പാരലായിട്ട് നടക്കുന്ന കുറെ കേസുകളിൽ നിന്ന് തൽക്കാലത്തേക്ക് ഒരു തടിയൂരലായിരുന്നു ഗവൺമെന്റ് ബോച്ചേനെ പിടിച്ച് ജയിലിലിട്ടത്. ജനത്തിന്റെ കണ്ണടയ്ക്കാൻ വേണ്ടി, സ്ത്രീപക്ഷത്തിന് വേണ്ടി നിന്നു എന്ന് കാണിക്കാൻ വേണ്ടി ബോച്ചേനെ ഒന്ന് പിടിച്ച് ജയിലിലിട്ടതാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ജയിലിൽ ഇത്രയും അധികം സൗകര്യങ്ങൾ എന്തിനായിരുന്നു? സൗകര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VIP-കൾ കാണാൻ വന്നത് ജയിലിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. താങ്കൾ കോടതിയിൽ നിന്ന് അനുകൂലം ഒരു തീരുമാനം പ്രതീക്ഷിക്കുന്നുണ്ട്. അറസ്റ്റ് ചെയ്യരുത് എന്ന് പറയുന്ന കാര്യം നോട്ട് ടു അറസ്റ്റ് കിട്ടിയില്ല. അതുകൊണ്ട് പോലീസിന് അറസ്റ്റ് ചെയ്യാൻ ഒരു പുതിയ കേസോ FIR ഇട്ട് അറസ്റ്റ് ചെയ്യാൻ പോലീസിന് തടസ്സമില്ല എന്നുള്ള കാര്യം സത്യമാണ്. പിന്നെ ഇപ്പോൾ രാഹുൽ ഈശ്വറിന്റെ കാര്യമാണ്. രാഹുൽ ഈശ്വറിന് നോട്ട് ടു അറസ്റ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം ജാമ്യാപേക്ഷയിൽ. എങ്കിലും അദ്ദേഹം വീട്ടിൽ തന്നെ ഇരിപ്പുണ്ടെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. മാധ്യമങ്ങളിലൂടെ അദ്ദേഹം പോലീസിനെ അത് അറിയിച്ചിട്ടുണ്ട്. ഒരു ചെറിയ നോട്ടീസ് ഇട്ടാൽ മാത്രം മതി, അദ്ദേഹം ഏത് പ്ലേസിലാണെങ്കിലും വന്നെത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്. രാഹുൽ ഈശ്വറിന്റെ കാര്യത്തിൽ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. അദ്ദേഹം ഒരിക്കലും അസഭ്യമായ രീതിയിലോ ലൈംഗിക ചുവയുള്ള രീതിയിലോ ഹണി റോസിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണ്. ഏതൊക്കെ ചാനലുകളിൽ അദ്ദേഹം വന്നിരുന്ന് ഹണി റോസിനെതിരായി വിമർശിച്ചിട്ടുണ്ടോ, അദ്ദേഹത്തെ കേട്ടവർക്ക് ഉറപ്പായിട്ടും പറയാവുന്ന ഒരു കാര്യമാണ്, അദ്ദേഹം ഒരിക്കലും ഹണി റോസിനെ അശ്ലീല രീതിയിൽ സംബോധന ചെയ്യുകയോ താഴ്ത്തി സംസാരിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത്. അദ്ദേഹത്തിന്റെ അഭിപ്രായം ഈ കാര്യത്തിൽ പലരുമായിട്ടും ചേർന്ന് പോകുന്നില്ലായിരിക്കാം. അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ തള്ളിയെങ്കിൽ പോലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഭയങ്കര കുറവാണ്. ബൈ.